നെടുങ്കണ്ടം പൊന്നാമലയിലെ അപകട ഭീഷണി ഉയർത്തുന്ന വലിയ പാറക്കഷ്ണ വിഷയത്തിൽ ഇടപെട്ട് സംസ്ഥാന സർക്കാർ അപകട ഭീഷണി ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് സർക്കാർ ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതായി ഉടുമ്പൻചോല MLA സേനാപതി വേണു. അപകട സാധ്യതയുള്ള സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ഉൾപ്പെടെയുള്ള ദുരന്തമുഖത്താണ് സംസ്ഥാനം നിൽക്കുന്നത്. ഇടുക്കി പോലെയുള്ള മലയോര മേഖലകളിൽ അത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഗവൺമെന്റ് ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. പൊന്നാമലയിലേത് അതീവ ഗുരുതരമായ സാഹചര്യമാണ്. വിഷയം അറിഞ്ഞപ്പോൾ തന്നെ അതിന്റെ തീവ്രത മനസ്സിലാക്കി താൻ ജില്ലാ ഭരണകൂടത്തെയും സംസ്ഥാന ഗവൺമെന്റിനെയും വിവരം ധരിപ്പിച്ചു. അടിയന്തരമായി പാറ പൊട്ടിച്ചു നീക്കുന്ന നടപടികൾ ഇന്നും നാളെയുമായി ആരംഭിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. അപകടകരമായിട്ട് നിൽക്കുന്ന പാറ പൊട്ടിച്ചു മാറ്റണം. പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന ബ്ലാസ്റ്റിങ്ങിലൂടെ പൊട്ടിക്കാൻ പറ്റത്തില്ല. കെമിക്കൽ ഉപയോഗിച്ച് അതിനെ അടർത്തി മാറ്റി അത് എന്താ പറയുക അപകടകരമല്ലാത്ത രീതിയിൽ മാറ്റുന്നതിനുള്ള നടപടികൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് മാറ്റിയില്ലെങ്കിൽ അതിൻ്റെ അടിവാരത്ത് താമസിക്കുന്ന ആളുകൾക്ക് അപകടകരമാണ്. അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടാണ് ഈ പാറ നിൽക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് പൊട്ടിച്ചു മാറ്റും. അതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന് കൊടുത്തു. ഇപ്പോൾ താൽക്കാലികമായിട്ട് ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. കാരണം ഈ പാറ ഏത് സമയവും താഴോട്ട് ഉരുണ്ടു പോകാവുന്ന സ്ഥിതിയിലാണ്. പക്ഷെ ഇത് പൊട്ടിച്ചു മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. ആദ്യം ഇതിന് കവർ ചെയ്യണം. ചെറിയ പൊട്ടുന്ന പാറ കഷ്ണങ്ങൾ താഴോട്ട് ഉരുണ്ടു പോകാതെ അത് വലയിട്ട് സീൽ ചെയ്തതിന് ശേഷം വളരെ പരിമിതമായിട്ടാണ് അത് സമയമെടുക്കുന്ന പ്രക്രിയയാണ്. വളരെ അപകടകരമായ കാര്യമാണ്. പക്ഷെ അതിന്റെ വിദഗ്ധർ വന്നിട്ടുണ്ട്. അവര് അത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് പൊന്നാമലയിലാണ് പാറ അപകടാവസ്ഥയിൽ നിലകൊള്ളുന്നത്. റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ച് അപകടാവസ്ഥ ബോധ്യപ്പെട്ടെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ലെന്നായിരുന്നു നാട്ടുകാരുടെ പരാതി. പ്രദേശത്തെ മരക്കുറ്റിയിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലാണ് നിലവിൽ പാറയുള്ളത്. പാറ സ്ഥിതി ചെയ്യുന്നതിന് താഴ്ഭാഗത്തായി കാരിത്തോട് വരെ 100 കണക്കിന് കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇവിടെ നിന്നും പാറ തെന്നി നീങ്ങിയാൽ വലിയ ദുരന്തമായിരിക്കും സംഭവിക്കുക എന്നും സ്ഥലം സന്ദർശിച്ച MLA പറഞ്ഞു. MLAയോടൊപ്പം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഇട്ടിക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് തെക്കേൽ, പൊതുപ്രവർത്തകരായ ജോജോ കളപ്പുരയ്ക്കൽ, ദേവസ്യാച്ചൻ ചട്ടവേലിയിൽ, ജോണി കക്കാനി, സജി പ്ലാക്കൂട്ടം തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.